സോ അപ്പോൾ കോൾഡ് വാർ ആണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം US-ഉം ചൈനയൊക്കെ എങ്ങനെ ഒരു എമേർജിങ് പവർ ആയിട്ട് വന്നു എന്നൊക്കെയാണ് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ ഗൾഫ് വാർ വരെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഇനി ബാക്കി നോക്കാം. 1994 റുവാണ്ട ജനസൈഡ്. ഓക്കെ, റുവാണ്ട ജനസൈഡ് എന്ന് പറഞ്ഞാൽ റുവാണ്ടയിൽ ഉണ്ടായിരുന്ന ടുട്സി എന്ന് പറഞ്ഞൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അവിടെ. ടുട്സി എന്ന് പറഞ്ഞൊരു ടുട്സി, ഓക്കെ, എന്ന് പറഞ്ഞൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റീനെ ഒരു എത്നിക് ക്ലെൻസിങ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ജനസൈഡ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു റുവാണ്ട ജനസൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ന്യൂ മോഡേൺ പീരീഡിൽ ഒരു 1991 ശേഷം ഉണ്ടായ ലോകത്തിൽ ഇതുവരെ ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു എത്നിക് ക്ലെൻസിങ് ആയിരുന്നു റുവാണ്ട ജനസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കൊന്ന് UN പീസ് കീപ്പിംഗ് മിഷനൊക്കെ നടത്തുന്നുണ്ട് റുവാണ്ടയിൽ. കാരണം അത്രയും വലിയൊരു 8 ലക്ഷത്തോളം ആൾക്കാരെയാണ് റുവാണ്ട ജനസൈഡിന്റെ ഭാഗമായിട്ട് കൊന്നെടുക്കുന്നത്. അതിനുശേഷം 1994 അപ്പാർത്തൈഡ് എൻഡ് സൗത്ത് ആഫ്രിക്ക. അപ്പാർത്തൈഡ് എന്താണെന്ന് അറിയാം, വർണ്ണ വിവേചനം. ഓക്കെ, വർണ്ണ വിവേചനം സൗത്ത് ആഫ്രിക്കയിൽ ഇല്ല. ഓക്കെ, 1994 അല്ലേ, അത്ര മുന്നോട്ട് നമുക്ക് 1994 അപ്പാർത്തൈഡ് സൗത്ത് ആഫ്രിക്കയിൽ ഒഫീഷ്യലി എൻഡ് ചെയ്തത്. അതിനുശേഷം 1996 താലിബാൻ ചീഫ് ഗവൺമെന്റ്, അതായത് കൺട്രോളായിരുന്നു താലിബാൻ. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഈ പറയുന്ന താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിലേക്ക് വരുന്നു. ഓക്കെ, പിന്നെ 1997 to 1998 എന്നാണെങ്കിലും ഒരു 2000 വരെയൊക്കെ ഈ പറയുന്ന ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ഈ തായ്ലൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. തായ്ലൻഡിലെ കറൻസി ഡീവാല്യൂ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു പോവുകയും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുകയും പിന്നെ അവർ ഒരുപാട് ഫൈനാൻഷ്യൽ ലോൺ എടുത്തിരുന്നു. പുറം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ലോൺ എടുത്തിരുന്നു. അങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെല്ലാം പടർന്ന ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു ഏഷ്യൻ ക്രൈസിസ്. അപ്പം അത് ഒരു 2000 തൊട്ടൊക്കെയാണ് ഈ പറയുന്ന ക്രൈസിസ് എന്താണ് അവർ മാനേജ് ചെയ്ത് വരുന്നത്. ഓക്കെ, അവരൊരു കുറച്ച് എക്കണോമിക് റിഫോംസ് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇവര് ഇല്ലാണ്ടാക്കി എടുക്കുന്നത്. അതിനുശേഷമാണ് കൊസോവോ വാർ. 1999 കൊസോവോ വാർ നടക്കുന്നത്. It's an armed conflict between the Kosovo Liberation Army and the Federal Republic of Yugoslavia. Primarily Serbian forces over the status of Kosovo. അപ്പോൾ കൊസോവോയാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു USSR ശിഥിലീകരണത്തിന് ശേഷം USSRുമായി ചേർന്ന് നിന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഈ പറയുന്ന സെസഷനിസ്റ്റ് മൂവ്മെന്റുകൾ, സെസീഡ് ചെയ്ത് പോവാൻ വിഭാഗീയ മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരു എത്നിക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, വേറൊരു കമ്മ്യൂണിറ്റിയുടെ മേലെ ഉണ്ടായ പ്രശ്നമാണ്. ഈ കൊസോവോ വാർ എന്ന് പറഞ്ഞാൽ ആൽബേനിയൻസും സെർബിയൻസും തമ്മിലുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വാറാണ് കൊസോവോ വാർ എന്ന് പറയുന്നത്. കൊസോവോ വാറിലും ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഏകദേശം 8-9 ലക്ഷത്തോളം ആൾക്കാർ ഡിസ്പ്ലേസ് ആയി പോവുകയൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, അതിനുശേഷം 9/11 അറ്റാക്ക് ഓൺ ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ USA. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന പോലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം 2001 നടക്കുന്നു. അതിനുശേഷമാണ് USന്റെ ഫോറിൻ പോളിസി മൊത്തം മാറുന്നത്. ഒരു യൂണിപോളാർ വേൾഡിൽ നിന്ന് ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക് ഒരു ട്രാൻസിഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 9/11 അറ്റാക്കിന് ശേഷമാണെന്നൊക്കെ പറയാം. ഓക്കെ, അൽ-ഖ്വയ്ദ ആയിരുന്നു അന്ന് ഈ അറ്റാക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്തത്. അന്ന് അൽ-ഖ്വയ്ദയുടെ തലവൻ ഒസാമ ബിൻ ലാദനാണ്. ഓക്കെ, ഈ 9/11 അറ്റാക്കിൽ അൽ-ഖ്വയ്ദയെ പിന്നീട് സേഫ് ഗാർഡ് ചെയ്ത അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആണെന്ന് പറഞ്ഞിട്ട് 2001 അഫ്ഗാനിസ്ഥാൻ US ഇൻവേഡ് ചെയ്യുന്നു. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ US ഇൻവേഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2003 US ഇറാഖ് ഇൻവേഡ് ചെയ്യുന്നു. WMDs ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു US ഇറാഖ് ഇൻവേഡ് ചെയ്തത്. ഓക്കെ, WMDs എന്ന് പറഞ്ഞാൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇറാഖ് ജോർജിയ വാറിലാണ് എഴുതിയിരിക്കുന്നത്. WMDs ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇറാഖിൽ US അതിനുശേഷം WMDs എന്ന് പറഞ്ഞാൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺസിനെയാണ് ബേസിക്കലി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് US ഇറാഖിലേക്ക് ഇൻവേഡ് ചെയ്യുന്നതെങ്കിലും ഇവർ ഇവിടെ ഇൻവേഡ് ചെയ്ത് അവിടുത്തെ കുറെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം കൊന്നൊടുക്കി അവിടുത്തെ സാമ്പത്തിക ഒരു തകർച്ചയിലേക്ക് എത്തിച്ചു. അത് കണക്ക് USന്റെയും കുറെ ആയിരക്കണക്കിന് സൈനികർ മരണപ്പെട്ടു. 25,000-ഓളം സൈനികരാണ് ഇറാഖിൽ ഇൻവേഷൻ നടക്കുമ്പോൾ മരണപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞ WMDs ഒന്നും അല്ലെങ്കിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, കെമിക്കൽ ബയോളജിക്കൽ വെപ്പൺസ് ഒന്നും USന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇറാഖിൽ നിന്ന്. ഓക്കെ, US ഇറാഖിൽ ഇൻവേഡ് ചെയ്യുന്നത് സദ്ദാം ഹുസൈനെ താഴെ ഇറക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, സദ്ദാം ഹുസൈൻ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന വെസ്റ്റിനെതിരെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സദ്ദാം ഹുസൈനുള്ള ഒരു ഗ്രിപ്പ് എടുത്തു കളയാനൊരു ഉദ്ദേശത്തോടൊക്കെയാണ് ഈ പറയുന്ന ഇറാഖിൽ ഇൻവേഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, 2008 റഷ്യ ജോർജിയ വാർ നടക്കുന്നു. 2014 റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട്, നമുക്കെല്ലാം അറിയുന്ന റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട് ആണ്. റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിന്റെ പിറകിലും ഈ പറയുന്ന ഒരു എത്നിക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ആസ്പെക്ട് കിടപ്പുണ്ട് കേട്ടോ. ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു യുക്രൈൻ കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന സക്സീഡ് ചെയ്ത് റഷ്യയിലേക്ക് പോകണമെന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു കമ്മ്യൂണൽ ആസ്പെക്ട് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാന്ന് പറഞ്ഞ് USSR ശിഥിലീകരിക്കപ്പെട്ടതിന് ശേഷം
ഒരുപാട് ഈ പറയുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന ഒരു ഈ USSR പിന്നെ ദേശീയീകരണപ്പെട്ട് പല പല റിപ്പബ്ലിക്കുകളായപ്പോഴും ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, യൂഗോസ്ലാവിയയിൽ സിവിൽ വാർ നടന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ കൊസോവോ വാറിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം നടക്കുന്ന ഈ പറയുന്ന സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന USSR ശുദ്ധീകരിക്കപ്പെട്ട് റിപ്പബ്ലിക്കുകളായ രാജ്യങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, in short, the Cold War was divided into 5 phases. Pre-Cold War era, Cold War era 1945 to 62. ഡിഷോർട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ഡിഷോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വാക്കാണ്. ഓക്കെ, അതൊരു റിലാക്സേഷൻ പീരീഡ് ആയിരുന്നു. ഈ ടൈമിലായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ച സോൾട്ട് അല്ലെ, സോൾട്ട് 1 ഒക്കെ നടക്കുന്ന ഈ പീരീഡിലാണ്. സോൾട്ട് 1 അതേ കണക്ക് ABM ട്രീറ്റി. ABM ട്രീറ്റി എന്ന് പറഞ്ഞാൽ ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റിയാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നത് ഒന്ന് കുറയ്ക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടെ വന്നതാണ് ABM ട്രീറ്റി. അതാണെങ്കിൽ സ്ട്രാറ്റജിക് ആർംസ് ലിമിറ്റേഷൻ ടോക്സ് സോൾട്ട് പറഞ്ഞ ഈ പീരീഡാണ്. പിന്നെ ന്യൂ കോൾഡ് വാർ 1979 to 89 അതായത് വിയറ്റ്നാം വാർ നടക്കുന്നു. വിയറ്റ്നാമിൽ അമേരിക്ക അധിനിവേശം നടത്തുന്നു. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തുന്നു. അതിന്റെ കൂടെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഈ പറയുന്ന തകർച്ചയെ സ്റ്റാർട്ട് ആവുകയാണ്. മിക്ക കുറച്ച് റിഫോംസ് കൊണ്ടുവരുന്നു, പക്ഷെ അതൊക്കെ നന്നായിട്ട് വാളുന്നു. ഓക്കെ, അതിനുശേഷം പോസ്റ്റ് കോൾഡ് വാർ നമുക്കെല്ലാം അറിയുന്ന പോലെ ബെർലിൻ മതിൽ എന്ത് വരുന്നു, ബെർലിൻ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ആ മതിൽ തകർക്കപ്പെടുന്നു. സോവിയറ്റ് യൂണിയൻ 1991 ശിഥിലീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നു സോവിയറ്റ് യൂണിയനിൽ. ഇനി കുറച്ച് ഡോക്ട്രിൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ദ മൺട്രോ ഡോക്ട്രിൻ. മൺട്രോ ഡോക്ട്രിൻ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. അത് ഈ ഒരു പ്രീ കൊളോണിയൽ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ട്രിനാണ് യുഎസിന്റെ. അതായത് US policy that opposed European colonialism in the Americas. ഓക്കെ, ഈ പറയുന്ന സൗത്ത് അമേരിക്കയിൽ നോർത്ത് അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ എടുത്ത ഒരു ഡോക്ടറിനാണ് ഈ പറയുന്ന മൺട്രോ ഡോക്ടർ. ഓക്കെ, നിങ്ങൾക്ക് ട്രൂമാൻ ഡോക്ടർ തൊട്ടാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ട്രൂമാൻ ഡോക്ടർ വാസ് അമേരിക്കൻ ഫോറിൻ പോളിസി കണ്ടെയ്ൻ സോവിയറ്റ് യൂണിയൻ ഡ്യൂറിംഗ് കോൾഡ് വാർ. അപ്പൊ ട്രൂമാൻ എന്ന് പറഞ്ഞാൽ ഹാരിസ് ട്രൂമാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. പുള്ളി കൊണ്ടുവന്ന ഡോക്ടറിനാണ് ട്രൂമാൻ ഡോക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സോവിയറ്റ് യൂണിയനെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനെ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയത്തോടെയാണ് ട്രൂമാൻ ഡോക്ടർ ഉണ്ടായിരുന്നത്. ഇറ്റ് ടു വാസ് അൺആൻസർഡ് ബൈ കോൺഗ്രസ് പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ on March 12, 1947. The Truman Doctrine implied American support for other nations thought to be threatened by Soviet communism. Truman Doctrine എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഈ സോവിയത്തിനെയും അല്ലെങ്കിൽ സോവിയറ്റ് കമ്മ്യൂണിസവും കാരണം ത്രെട്ടൻഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്ന് പറയുന്ന ആശയത്തിലാണ് അല്ലെങ്കിൽ ട്രൂമാൻ ഡോക്ടർ വരുന്നത്. ഓക്കെ, ട്രൂമാൻ ഡോക്ടറിനൊക്കെയാണ് നാറ്റോ ഫോം ആവാനുള്ള കാരണം. ഓക്കെ, ട്രൂമാൻ ഡോക്ടർ became the foundation of American foreign policy and led in 1949 to the formation of NATO. നാറ്റോ ഫോം ആവാനുള്ള കാരണം ആരാണ്? ട്രൂമാൻ ഡോക്ടറിനാണ്. ഓക്കെ, ട്രൂമാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോവിയറ്റ് യൂണിയനുമായി അകൽച്ചയിലുള്ള അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് ആശയവുമായി അകൽച്ചയിലുള്ള രാജ്യങ്ങൾ ഒന്ന് ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ട്രൂമാൻ ഡോക്ടർ. അടുത്താണ് ഗുവാൻ ഡോക്ടർ. ഗുവാൻ ഡോക്ടറിനെ നമ്മൾ നിക്സൺ ഡോക്ടർ എന്ന് പറയും. ഓക്കെ, US പ്രസിഡന്റ് ആയ റിച്ചാർഡ് നിക്സൺ ആണ് ഈ ഡോക്ടറെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഗുവാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് പുള്ളി ഒരു പ്രസംഗം പറയുന്നത്. ആ പ്രസംഗത്തിൽ വെച്ചാണ് ഈ ഡോക്ടറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നിക്സൺ stated that US would assist defense and developments of allies and friends but would not undertake all the defense of the free nations of the world. അപ്പോൾ നിക്സൺ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വൈഡർ പെർസ്പെക്റ്റീവ് ആണ്. അതായത് തങ്ങളുടെ കൂടെ നിൽക്കുന്ന അലൈസ് ആയ രാജ്യങ്ങളിലെ ഡിഫൻസും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആക്രമണം നേരിടുകയാണെങ്കിൽ അവരുടെ ഡിഫൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കും. പക്ഷെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഡിഫൻസും അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറയുന്ന ഡോക്ടറിനാണ് ഈ പറയുന്നത് ഡോക്ടർ. ഓക്കെ, it also meant that Asian nations should be responsible for defending themselves. മെയിൻ ആയിട്ട് ഏഷ്യ, ആഫ്രിക്ക പോലെയുള്ള നേഷൻസിനെയാണ് ഇവർ ഉദ്ദേശിച്ചത്. കാരണം ഏഷ്യൻ ആഫ്രിക്കൻ നേഷൻസ് ഒക്കെ ഈ പറയുന്ന നോൺ അലൈൻഡ് ആയിട്ട് നിന്ന രാജ്യങ്ങളായിരുന്നു അല്ലെ, ഒരു ചേരിയിലും ചേരാതെ നിന്ന രാജ്യങ്ങളാണ്. അപ്പം നിക്സൺ ഡോക്ടറിനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ അലയല്ല, അതുകൊണ്ട് തന്നെ ലോകത്തില് ഞങ്ങളുടെ അലയല്ലാത്ത രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നേടുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് അല്ലെങ്കിൽ ഗോഡ് ഫാദർ ആവാനോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഞങ്ങൾ ശ്രമിക്കില്ല എന്ന് പറയുന്ന ഒരു ഡോക്ടറിനാണ് ഈ പറയുന്ന നിക്സൺ ഡോക്ടർ. അടുത്തതാണ് റീഗൻ ഡോക്ടർ. റീഗൻ ഡോക്ടർ കുറച്ച് അഗ്രസീവ് ആയ ഒരു ഡോക്ടറിനാണ് റീഗൻ ഡോക്ടർ. ഓക്കെ, this doctrine was central to US foreign policy during 1980s. Under the Reagan doctrine, the US provided overt and covert aid to anti-communist guerrillas and resistance movements. റീഗൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയ കുറച്ച് അഗ്രസീവ് ആയ ഒരു ഡോക്ടറാണ് റീഗൻ ഡോക്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ റീഗൻ ഡോക്ടർ പ്രകാരം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് റെജീംസ് ഉള്ള ലോകത്തിലെ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് റെജീംസ് ഉണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയധാരകളുണ്ടോ അവിടെയെല്ലാം കവേർട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ എസ്പിയോണജിന് അല്ലെങ്കിൽ ചാരവൃത്തിക്ക് ഫണ്ട് ചെയ്ത്
അല്ലെങ്കിൽ അവിടെയുള്ള റെബൽസിനെയോ അല്ലെങ്കിൽ അതിനെ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിനെതിരെ പോരാടുന്ന ഗറില്ലകളെ ഫണ്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് ഡിഫൻസ് നൽകുകയും അല്ലെങ്കിൽ ആർംസ് നൽകുകയും ചെയ്ത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് റജീമിനെ അട്ടിമറിക്കുക, ഇല്ലാതാക്കുക, ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ഈ പറയുന്ന റീഗൻ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, റീഗൻ ഡോക്ട്രിൻ ലോകത്തിന്റെ പല ഭാഗത്തും വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ചിലിയിൽ സാൽവദോർ അലൻഡെ എന്ന് പറയുന്ന നേതാവുണ്ടായിരുന്നു. ഓക്കെ, ചിലയിൽ സാൽവദോർ അലൻഡെ എന്ന് പറയുന്ന നേതാവുണ്ടായിരുന്നു. സൗത്ത് അമേരിക്കൻ രാജ്യമാണ് ചില. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അപ്പൊ ചിലയിലൊക്കെ സാൽവദോർ അലൻഡേനെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ CIA-യും എനിക്കൊന്ന് ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം പട്ടാള അട്ടിമറിയിലൂടെ എന്താണ് പുള്ളിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഓക്കെ, ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഈ പറയുന്ന ഫണ്ടിങ്ങിലൂടെ അവിടുത്തെ പട്ടാളത്തിന്, അവിടുത്തെ ഈ റബലായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർക്ക് ഫണ്ട് ചെയ്ത് സാൽവദോർ അലൻഡെ വധിക്കപ്പെടുകയായിരുന്നു. അതിനുശേഷം അതേ കണക്ക് തന്നെയാണ് ബുർക്കിനോ ഫാസോ. ഓക്കെ, ബുർക്കിനോ ഫാസോ എന്ന് പറയുന്നത് ഒരു 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 കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു. ഇപ്പോഴും ഒരു ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് ആയിട്ടൊരു രാഷ്ട്രമാണ്. ബുർക്കിനോ ഫാസോ ആഫ്രിക്കയിലെ ഒരു നേഷനാണ്. അപ്പം അവിടെ ഒരു തോമസ് ശങ്കര എന്ന് പറഞ്ഞ ആഫ്രിക്കയുടെ ചെറുവേര എന്ന് പറയുന്ന തോമസ് ശങ്കര നേതാവ് ഉണ്ടായിരുന്നു. പുള്ളിയും ഇതേ കണക്ക് അവിടുത്തെ റെബൽസിന് ഫണ്ട് ചെയ്ത് CIA ഒക്കെ ഫണ്ട് ചെയ്തായിരുന്നു പുള്ളിയും വധിക്കപ്പെടുന്നത്. ഓക്കെ, in an effort to roll back Soviet backed pro-communist governments in Africa, Asia, and Latin America. This doctrine supported Mujahideen in Afghanistan and in Soviet occupation. Okay, അപ്പം മെയിൻലി ഞാനിപ്പോൾ പറഞ്ഞ ആഫ്രിക്ക, ബുർക്കിനോ ഫാസോ, ഏഷ്യയിൽ പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഓക്കെ, ലാറ്റിൻ അമേരിക്കയിലെ ചിലി, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും പോയി. ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് മാത്രം പറഞ്ഞത്. ലോകത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ വന്നിട്ടുണ്ടോ, വെനസ്വേലയും എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഈ പറയുന്ന CIA-യുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന CIA-യുടെ അല്ലെങ്കിൽ വേറെ വെസ്റ്റിലുള്ള ഏതെങ്കിലും MI6-ന്റെയോ, MI6 എന്ന് പറഞ്ഞാൽ UK-യുടെ സ്പൈ ഏജൻസിയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചാരസംഘടനകളുടെയോ ഒക്കെ എന്തുണ്ടായിരുന്നു, ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ പേരാണ് മൊസാദ്. ഓക്കെ, ദിസ് ഡോക്ടറിൻ സപ്പോർട്ടഡ് മുജാഹിദീൻ ഇൻ അഫ്ഗാനിസ്ഥാൻ ടു എൻഡ് സോവിയറ്റ് ഓക്കുപേഷൻ. അതായത് അഫ്ഗാനിസ്ഥാനിൽ മുജാഹിദീൻ, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ മുജാഹിദീനുകളായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഓക്കുപേഷൻ നടക്കുന്ന ടൈമിൽ പോരാടിക്കൊണ്ടിരുന്നത്. മുജാഹിദീനുകളാണ് പിന്നീട് താലിബാനുകളായത്. ഓക്കെ, ഈ മുജാഹിദീനുകളുടെ ബാക്ക് സ്റ്റോറി നമ്മൾ വിചാരിച്ചു പോവാണെങ്കിൽ പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്ത ആൾക്കാരാണ് മുജാഹിദീൻ. ഈ പാകിസ്ഥാനിൽ ഇവരെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിരുന്നത് അമേരിക്കയാണ്. ഓക്കെ, ഹെൻറി കിസിംഗർ എന്ന് പറയുന്ന ഒരു ഫോറിൻ ഡിപ്ലോമാറ്റ് ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. ഈ ഇടയ്ക്കാണ് പുള്ളി, ഈ ഇടയ്ക്ക് 2 കൊല്ലത്തിന് ഇടയ്ക്കാണ് പുള്ളി മരണപ്പെടുന്നത്. ഹെൻറി കിസിംഗറിനെ യുദ്ധക്കുതിയനായ ഒരു US സെക്രട്ടറി എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ, വിയറ്റ്നാം വാറിന്റെ പിന്നിലൊക്കെ പുള്ളി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം പുള്ളിയൊക്കെ നേരിട്ട് ഇടപെട്ടായിരുന്നു ഈ പറയുന്ന മുജാഹിദീനുകൾക്ക് ഫണ്ടിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ മുജാഹിദീനുകളാണ് പിന്നീട് താലിബാനുകളാവുന്നത്. ഈ താലിബാനുകളാണ് പിന്നീട് അമേരിക്കയല്ല, ലോകം കണ്ട തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഒന്നായ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിലെ അൽഖ്വയ്ദയെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്ന ഈ താലിബാനാണ്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന് അധിനിവേശം ചെയ്യുന്നത്. USA അഫ്ഗാനിസ്ഥാനിലേക്ക് അധിനിവേശം നടത്തുന്നത്, അല്ലെ? അപ്പം അമേരിക്ക തന്നെ വളർത്തിക്കൊണ്ടുവന്ന മുജാഹിദീനുകളാണ് അവസാനം അമേരിക്കയ്ക്ക് തന്നെ ഒരു പണിയായി വരുന്നത്. അടുത്താണ് ബ്രഷ്നേവ് ആൻഡ് സിനാട്ര ഡോക്ടറിൻ. ഓക്കെ, doctrine was a doctrine was a Soviet foreign policy. It proclaimed any threat to socialist rule in any state of Soviet bloc in Central and Eastern Europe was threat to them. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച ഈ നിക്സൺ ഡോക്ടറിൻ അല്ല, ട്രൂമാൻ ഡോക്ടറിൻ പോലുള്ള ഡോക്ടറിനാണ് ബ്രഷ്നേവ് ഡോക്ടറിൻ. അതായത് ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രങ്ങളെ ആരെങ്കിലും ത്രെട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും അഗ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ ചെയ്യുകയാണെങ്കിൽ അത് സോവിയറ്റ് യൂണിയനെ നേരെ എടുക്കുന്ന വഴിയായി സോവിയറ്റ് യൂണിയൻ കണ്ടിട്ട് അവരെ പ്രതിരോധിക്കും എന്നാണ് ഈ ബ്രഷ്നേവ് ഡോക്ടറിൻ പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ ട്രൂമാൻ ഡോക്ടറിൻ പോലെ തന്നെയാണ്. അവരുടെ അലീസിനെ ഇവർ പ്രൊട്ടക്ട് ചെയ്യും, ഇവരുടെ അലീസിനെ സോവിയറ്റ് പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ബ്രഷ്നേവ് ഡോക്ടറിൻ. അടുത്താണ് സിനാട്ര ഡോക്ടറിൻ. മിഖായിൽ ഗോർബച്ചേവ് കൊണ്ടുവന്നൊരു ഡോക്ടറിനാണ് സിനാട്ര ഡോക്ടറിൻ. വാർസോ പാക്ട് മെമ്പേഴ്സ് കൺട്രീസ് ടു ഡിറ്റർമൈൻ ദെയർ ഓൺ ഇന്റർണൽ അഫയേഴ്സ്. അതാണ് സിനാട്ര ഡോക്ടറിൻ. അതായത് നാറ്റോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല, നാറ്റോനെ കൗണ്ടർ ചെയ്യാനാണ് വാർസോ പാക്ട് സോവിയറ്റ് യൂണിയൻ കൊണ്ടുവരുന്നത്. മിഖായിൽ ഗോർബച്ചേവ് വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാ പോളിസിയും ലിബറലൈസ് ചെയ്തു. അപ്പൊ ലിബറലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വാർസോ പാക്ടിലെ അംഗങ്ങളായ രാജ്യങ്ങൾക്കെല്ലാം എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. ഓക്കെ, അതിൽ ഈ പറയുന്ന USSR ഇടപെടില്ല എന്ന് പറയാണ്. ഓക്കെ,
പക്ഷെ അതിനു മുന്നേ എങ്ങനെയായിരുന്നു അവരുടെ ഒരു ആഭ്യന്തരകാര്യമായിക്കോട്ടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ USSR ഒരു സേ ഉണ്ടായിരുന്നു. ഓക്കെ, USSR ഒരു വോർഡ് ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ. USSR എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നടപ്പാക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഒരു തീരുമാനത്തിനെ USSR വേണമെങ്കിൽ അട്ടിമറിക്കാമായിരുന്നു ഈ വാസ്തവത്തിലുണ്ട്. പക്ഷെ അതൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, അതങ്ങ് തുറന്നു കൊടുത്തു. അപ്പം സിനാറ്റ ഡോക്ടർ വാസ് ദ നെയിം സോവിയറ്റ് ഗവൺമെന്റ് യൂസ് ടോക്കിംഗ് ടു ഡിസ്ക്രൈബ് ഇറ്റ്സ് പോളിസി. അപ്പം സിനാറ്റ ഡോക്ടർ ഇതിനെ വിളിക്കാൻ കാരണം ഒരു തമാശ രൂപേണയാണ് ഇതിനെ സിനാറ്റ ഡോക്ടർ എന്ന് വിളിക്കുന്നതിനുള്ള കാരണം എന്ന് നോക്കാം. ദ നെയിം ആക്ച്വലി ടേക്കൻ ഫ്രം ദ സോങ് മൈ വേ പോപ്പുലൈസ്ഡ് ബൈ ഫ്രാങ്ക് സിനാട്ര. ഫ്രാങ്ക് സിനാട്ര എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സംഗീതജ്ഞനുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു സോങ് ആണ് ഈ മൈ വേ എന്ന് പറയുന്നത്. ഓക്കെ, മൈ വേ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ വഴി. ഓക്കെ, എന്റെ വഴി. അപ്പൊ സോവിയറ്റ് യൂണിയൻ വാസ് അലൗവിംഗ് ദി സ്റ്റേറ്റ്സ് ടു ഗോ ദെയർ ഓൺ വേ. അതായത് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു, ഈ രാജ്യങ്ങൾക്കെല്ലാം അവരുടെ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തു. അതുകൊണ്ടാണ് ഇതിനെ സിനാട്ര ഡോക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതല്ലാതെ വേറെ കുറച്ച് ഡോക്ടറിനെ കൂടെ അതുകൂടെ നോക്കാം. ഓക്കെ, ഇതാണ് പോളിസി ഓഫ് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആണ് ഈ ഡോക്ടറിന്. അതായത് 1955 നികിത ക്രൂഷ്ചേവ് കൊണ്ടുവരുന്ന ന്യൂ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് CPCU, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ CPCU എന്ന് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ ആണ് CPCU. അപ്പൊ അതിന്റെ പുതിയ ഫസ്റ്റ് പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു നികിത ക്രൂഷ്ചേവ് വരുന്നു. അതായത് പോളിസി ഓഫ് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്. നികിത ക്രൂഷ്ചേവ് എന്ന് പറഞ്ഞാൽ സ്റ്റാലിന് ശേഷം വരുന്ന നേതാവാണ് നികിത ക്രൂഷ്ചേവ്. Boosted by advances in thermonuclear power and the space race, the USSR wanted to use the new climate of peace to shift rivalry with the United States to a purely ideological and economic level. Okay, അതായത് USSR എന്തായിരുന്നു, ഈ തെർമോന്യൂക്ലിയർ പവർ ആൻഡ് സ്പേസ് റേസിലേക്ക്. അതായത് നികിത ക്രൂഷ്ചേവിന്റെ ഒരു പ്രധാന ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന USSR തമ്മിലാണെങ്കിലും എപ്പോഴും അതൊരു ഐഡിയോളജിക്കൽ ഒരു അല്ലെങ്കിൽ ഒരു എക്കണോമിക് ലെവലിലുള്ള ഒരു കോൾഡ് വാർ ആയിട്ട് തന്നെ നിലനിർത്തുക. ഓക്കെ, അതൊരു ഹോട്ട് വാർ ആവരുത്, അല്ലെങ്കിൽ ഒരു ഹാർഡ് പവറിലേക്ക് പോകരുത്, അല്ലെങ്കിൽ മിലിറ്ററൈസ്ഡ് ആയി പോകരുത്. ഈ വാറുകൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്കോ കോൺഫ്ലിക്റ്റിലേക്കോ പോകരുത് ഈ രാജ്യങ്ങൾ തമ്മിൽ. ഓക്കെ, ഇതായിരുന്നു നികിത ക്രൂഷ്ചേവിന്റെ ഒരു ബേസിക് ഐഡിയ. അതാണ് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന തെർമോന്യൂക്ലിയർ സാധനങ്ങൾ വികസിപ്പിക്കുന്നതിലും സ്പേസ് റേസും ഒക്കെ നടക്കട്ടെ, പക്ഷെ ഇതെല്ലാം ഐഡിയോളജിക്കലി തന്നെ നിൽക്കണം. ഓക്കെ, അല്ലെങ്കിൽ എക്കണോമിക് പരമായിട്ട് തന്നെ നിൽക്കണം. സ്പേസ് റേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ US ആദ്യമായിട്ട് മനുഷ്യരെ ചന്ദ്രനിൽ എത്തിച്ച അപ്പോളോ മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന കോൾഡ് വാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്പേസ് റേസിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. സ്പേസ് റേസിന്റെ ഭാഗമായിട്ടാണ് അപ്പോളോ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു മനുഷ്യൻ ബഹിരാകാശത്ത് എത്തുന്ന ആരാണ്? USSRന്റെ പര്യവേഷനായ യൂറി ഗഗാറിനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ആ ലെവലിൽ തന്നെ ഈ ഹോട്ട് വാർ മുന്നോട്ട് പോട്ടെ, ഇതൊരു ഹോട്ട് വാർ ആവുന്നതായിരുന്നു അന്നത്തെ നികിത ക്രൂഷ്ചേവിന്റെ ആശയം. ഓക്കെ, this foreign policy of peaceful coexistence with the United States and Israel among the main shift from previous leaders. ഇതിനു ഉണ്ടായിരുന്ന നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ പീസ്ഫുൾ ആയ, കുറച്ചുകൂടെ കാമായ ഒരു ഫോറിൻ പോളിസി ആയിരുന്നു നികിത ക്രൂഷ്ചേവ് എടുത്തിരുന്നത്. In 1956, after succeeding Joseph Stalin, Khrushchev began de-Stalinization to weaken rivals and strengthen his leadership. Okay, ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്നത് അറിയുന്നതായിരിക്കും, കുറച്ചുകൂടെ ഏകാധിപത്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോസഫ് സ്റ്റാലിനിൽ ഫോക്കസ്ഡ് ആയിരുന്നു ലുസാന്റെ ഭരണഘട്ടം. നികിത ക്രൂഷ്ചേവ് വന്നപ്പോൾ അതെല്ലാം ഏർപ്പെടുത്തി ലീഡർഷിപ്പിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. റൈവൽസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചും കൂടെ രമ്യതയിൽ പോകാൻ ശ്രമിച്ചു. ഓക്കെ, ആറ്റംസ് ഫോർ പീസ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ UN-ല് US പ്രസിഡന്റ് ആയ ഡ്വൈറ്റ് ടി ഐസൻഹോവർ നടത്തുന്ന ഒരു പ്രസംഗമാണ് ആറ്റംസ് ഓഫ് പീസ് സ്പീച്ച്. He emphasized the need to repurpose nuclear weapons technology for peaceful purposes. He stated that humanity must ensure scientific progress serves lives, not destruction. The speech was one of the earliest calls to control the nuclear arms race. It inspired the creation of the International Atomic Energy Agency IAEA in 1950. അപ്പോൾ ആറ്റംസ് ഓഫ് പീസ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റായ ഡ്വൈറ്റ് ടി ഐസൻഹോവർ UN നടത്തുന്ന 1950 നടത്തുന്ന പ്രസംഗമാണ്. പുള്ളി അതിനകത്ത് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ആണെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസിന്റെ ടെക്നോളജി ആണെങ്കിലും മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടി വേണം ഉപയോഗിക്കാൻ, ഒരിക്കലും നാശത്തിന് വേണ്ടി ആകരുത് എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പ്രസംഗമാണ് ഈ പറയുന്ന ആറ്റംസ് ഫോർ പീസ് സ്പീച്ച്. ഈ ആറ്റംസ് ഫോർ പീസ് സ്പീച്ച് ഒക്കെ കാരണമാണ് എന്താണ് ഐസൻഹോവറിന്റെ ഒരു ഇടപെടൽ മൂലമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA 1956 സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ IAEAയുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഈ പറയുന്ന അറ്റോമിക് എനർജിയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഓരോ രാജ്യങ്ങൾക്ക് എന്തോരം അറ്റോമിക് വെപ്പൺസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോരം ഈ പറയുന്ന അറ്റോമിക് എനർജി പ്ലാന്റ്സ് ഉണ്ട്, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, പ്രോപ്പറായ ഈ പറയുന്ന ഒരു IAEAക്ക് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ട് ഈ തെർമോ പവർ പ്ലാന്റ്സ് ഒക്കെ റൺ ചെയ്യുന്നതിന്. ഓക്കെ, അല്ലെങ്കിൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു
ഒരു മാർഗരേഖയൊക്കെ. അപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്തി ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണോ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, IAEA. New Look Policy. Dwight D. Eisenhower introduced the New Look Policy in 1953 for US national security. അപ്പം ഐസൻഹവർ തന്നെ വന്ന നേരത്തെ പറഞ്ഞ ആ പ്രസംഗത്തിന് നേരെ വിപരീതമായ ഒരു പോളിസിയാണ് ന്യൂ ലുക്ക് പോളിസി എന്ന് പറയുന്നത്. അത് രണ്ടും പറഞ്ഞത് ഐസൻഹവർ ആണ്. ബിൽഡിംഗ് എ സ്ട്രോങ് US എക്കോണമി ബൈ സസ്റ്റെയിനിങ് കോൾഡ് വാർ ഇൻട്രസ്റ്റ്. അതായത് ഇപ്പം സ്ട്രോങ് ആയ മിലിറ്ററി അല്ലെങ്കിൽ ലോകത്തിലും തന്നെ സ്ട്രോങ് ആയിട്ട് മിലിറ്ററി കൊണ്ടുപോകണമെങ്കിൽ ചില്ലറ ചെലവൊന്നുമല്ല, നല്ല ചെലവുള്ള പരിപാടിയാണ്. അപ്പം അതിന്റെ കൂടെ തന്നെ കോൾഡ് വാറിൽ ഈ പറയുന്ന മിലിറ്ററിയെ സ്ട്രെങ്തൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ ആംസ് റേസിലെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെ നിലനിൽക്കുക, അതിന്റെ കൂടെ തന്നെ യുഎസിന്റെ എക്കോണമിയെ സ്റ്റേബിൾ ആയി കൊണ്ടുപോകാൻ വരുന്ന ഒരു പ്ലാൻ ആണ് ഈ പറയുന്ന ന്യൂ ലുക്ക് പോളിസി എന്ന് പറയുന്നത്. റിലൈ ഓൺ ന്യൂക്ലിയർ വെപ്പൺസ് ടു ഡിറ്റർ കമ്മ്യൂണിസ്റ്റ് അഗ്രഷൻ ഓർ ഫൈറ്റ് വാർസ് ഇഫ് നെസസറി. അതായത് ന്യൂക്ലിയർ വെപ്പൺസിൽ തന്നെ റിലൈ ചെയ്യുക, അതേ കണക്ക് തന്നെ ഒരു യുദ്ധമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നെസസറി ആണെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു അഗ്രഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഈ പറയുന്ന വെസ്റ്റിനെതിരെ ഒരു ആക്രമണം അഴിച്ചു വിടുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയാണെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ന്യൂ ലുക്ക് പോളിസി എന്ന് പറയുന്നത്. യൂസ് ദ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി CIA ഫോർ കവേർട്ട് ഓപ്പറേഷൻ അഗൈൻസ്റ്റ് ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ബൈ സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പുള്ളി പറഞ്ഞത് വച്ചർ വീച്ചിൽ കുറച്ച് സമാധാനമാണെങ്കിൽ ഇവിടെ കുറച്ച് വയലൻസ് ആയി. ഓക്കെ, അപ്പം പുള്ളി പറയുന്നത് സോവിയറ്റ് യൂണിയനെതിരെ എന്താണ് CIA ഉപയോഗിച്ച് കവേർട്ട് ഓപ്പറേഷൻ നടത്തുക. ഓക്കെ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, സോവിയറ്റ് യൂണിയൻ അലയായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയധാരമുള്ള ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പറയുന്ന CIA ഉപയോഗിച്ച് ചാരവൃത്തി നടത്തി അവരുടെ അടിത്തറ ഇല്ലാതാക്കി, അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ആശയധാരെ തുറച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഈ ന്യൂ ലുക്ക് പോളിസി. സ്ട്രെങ്തൻ അലയൻസ് ആൻഡ് ബിൽഡ് റിലേഷൻ വിത്ത് നോൺ അലൈൻഡ് കൺട്രീസ്. അതാണ് തന്നെ ഈ നോൺ അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ഈ രണ്ട് പറഞ്ഞ വാർസോ പാക്റ്റും നാറ്റോയും സൈൻ ചെയ്യാത്ത രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻ കൊണ്ടുവരിക. ഓക്കെ, മാർഷൽ പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ജോർജ് മാർഷൽ US സെക്രട്ടറി ആയിരുന്ന ജോർജ് മാർഷൽ കൊണ്ടുവന്ന ഒരു പ്ലാൻ ആണ് ഈ മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം എന്നും പറയുന്നുണ്ട്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നിരുന്ന യൂറോപ്പിലെ എക്കോണമീസിനെ സാമ്പത്തികമായി സഹായിച്ച് മുന്നോട്ട് വരാൻ സഹായിക്കുന്ന ഒരു പ്ലാൻ ആണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആയിരുന്നപ്പോൾ ട്രൂമാൻ ഡോക്ടറിന്റെ ഭാഗമായിട്ടൊക്കെയാണ് മാർഷൽ പ്ലാൻ വരുന്നത്. അതിന്റെ എക്സിബിഷൻ ആണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം മാർഷൽ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യങ്ങളെ സഹായിച്ച് കൂട്ടത്തിൽ ഒരു സെയിന്റ് ആവാനൊന്നും അല്ലായിരുന്നു. ബേസിക്കലി അങ്ങോട്ട് ഞാൻ പറഞ്ഞ ഒരു പാലിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ അവരെ അങ്ങോട്ട് സഹായിക്കുന്നു. അപ്പം ഇവരുടെ അലയായിട്ട് നിൽക്കുന്ന ഒരു വിശ്വാസം അവർക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും നാളെ നമ്മുടെ അലയായിട്ട് ഉണ്ടാവും. ഇവരുടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഒരു ഐഡിയ, അല്ലെങ്കിൽ ഇവർക്ക് മുകളിൽ ഇവരുടെ ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കാൻ അവർ സഹായിച്ചു. ഓക്കെ, അപ്പൊ അതാണ് ഈ മാസ്റ്റർ പ്ലാനിന്റെ മെയിൻ ഐഡിയ. അപ്പൊ കോം ഇൻഫോം എന്ന് പറയുന്നത് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പോളിസിയാണ് കോം ഇൻഫോം, അല്ലെങ്കിൽ ഒരു ബ്യൂറോ ആണ് കോം ഇൻഫോം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ ക്രിട്ടിസൈസ് ദ മാർഷൽ പ്ലാൻ ആസ് dollar imperialism. Okay, in response it created the Cominform, Communist Information Bureau. It aimed to unite and coordinate mainly Eastern European communist countries. Eastern European communist countries ഒരു കൂടത്തിൽ കൊണ്ടുവരാനുള്ള ആശയത്തിലാണ് Cominform സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്താണ് USA ആൻഡ് പോസ്റ്റ് കോൾഡ് വാർ. കോൾഡ് വാറിന് ശേഷം USA എന്തായാലും നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സിനെ തന്നെ ഒന്ന് ബ്രീഫ് ചെയ്തേക്കാണ്. അതായത് ഞാൻ ജസ്റ്റ് ഒരു ചുരുക്കം പറയാം. അതായത് USSR ശിഥിലീകരിക്കപ്പെടുന്നു, USA ഒരു യൂണിപോളാർ ഒരു സൂപ്പർ പവർ ആയിട്ട് ഉയർന്നു വരുന്നു. ഇന്റർനാഷണൽ എക്കണോമിക് സിസ്റ്റത്തിൽ ഇപ്പൊ IMF ആയാലും WTO ആയാലും വേൾഡ് ബാങ്കിലായാലും ഇനി UN കാര്യത്തിലേക്ക് എത്താൻ UN സെക്യൂരിറ്റി കൗൺസിൽ ഒക്കെ ആണെങ്കിലും ലാസ്റ്റ് സേ എന്ന് പറയുന്നത് US വരുന്നു. ഓക്കെ, അപ്പം US ലോകത്തിലെ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡോമിനന്റ് ഒരു കൺട്രി ആയിട്ട് ഉയർന്നു വരുന്നു. ഇന്ത്യ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈന ഒക്കെ ആണെങ്കിലും അപ്പം ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സ്റ്റേജിലാണ്. ഇന്ന് അവരൊക്കെ ഈ പറയുന്ന യുഎസിന് ഒരു എന്ത് ചെയ്യാൻ, യുഎസിന് ഒരു കൗണ്ടർ വെക്കാൻ വരുന്ന പ്രാപ്തിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ശീതീകരണത്തിന് ശേഷമാണ് റഷ്യ നിൽക്കുന്നത്. ചൈന ഗ്രോയിങ് എക്കോണമിയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഗ്രോത്ത് വളരെ വേഗമാണെങ്കിലും ഒരു യുഎസിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ വളർന്നു പോകുന്നൊരു സാഹചര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു യൂണിപോളർ വേൾഡിലേക്ക് ലോകം മാറുന്നു. ഇപ്പം ഗൾഫ് വാറിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് UN ഫ്ലാഗിലാണ് അന്ന് US എന്തിൽ വരുന്നത്, UN കുവൈറ്റില് ഇറാഖ് അധിനിവേശം നടത്തുമ്പോൾ, ഗൾഫ് വാറിൽ അധിനിവേശം നടത്തുമ്പോൾ UN ആണ് ആ വാറിൽ ഇടപെടുന്നതെങ്കിലും ആ UN അന്ന് ഡിപ്ലോയ് ചെയ്ത സൈനികരിൽ ഭൂരിഭാഗം സൈനികരും US സൈനികരായിരുന്നു. കാരണം അവിടെ കുവൈറ്റിനെ ഇറാഖിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്നത് ആരുടെ ആവശ്യമായിരുന്നു, US ആവശ്യമായിരുന്നു. അപ്പം UN യൂസ് ചെയ്ത് US അവിടെ
ഡിപ്ലോയ് ചെയ്തു അല്ലെങ്കിൽ അതിൽ ഇടപെട്ടു എന്ന് പറയുന്നതാണ് ഗൾഫ് വാറിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പം UN പോലെ അന്താരാഷ്ട്രപരമായി വളരെ എന്താണ് വളരെ ആരുമായിട്ടും ഒരു ലീനിയന്റ് ആവാതെ വളരെ ന്യൂട്രൽ ആയിട്ട് നിന്ന് തീരുമാനമെടുക്കുന്ന UN പോലൊരു സംഘടന US കളിപ്പാണ് പറയുന്നത്. ക്രിട്ടിക്കൽ UN ഹാസ് ബീൻ ബിഹേവിംഗ് ആസ് US, അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കളിയാക്കി US എന്ന് വരെ പറഞ്ഞിരുന്നു. ഓക്കെ, US എന്ന് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് കളിയാക്കി പറഞ്ഞിരുന്നു. അതാണ് US പോസ്റ്റ് വാറിന്റെ ഒരു വിധത്തിൽ ചുരുക്കം എന്ന് പറയുന്നത്. എമർജൻസ് ഓഫ് ചൈന ആസ് എ മേജർ പവർ. ഓക്കെ, അപ്പം ചൈന മേജർ പവറിന്റെയും ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരുപാട് യുദ്ധങ്ങൾ നടക്കും അല്ലെ, അഫ്ഗാനിസ്ഥാനില് അത് കഴിഞ്ഞ് US താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാനിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഇറാഖിൽ പോകുന്നു, സിറിയയിൽ പോകുന്നു, ലിബിയയിൽ പോകുന്നു, അതിന് മുന്നേ വിയറ്റ്നാമിൽ പോയിട്ടുണ്ട്, വെനസ്വേല പോയി, ഇപ്പം ഇറാനിൽ ആക്രമിക്കുന്നു. അപ്പം ഇതൊക്കെ നടക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഈ US-ന്റെ ലോകത്തിന് മുന്നിലുള്ള ആ ഇമേജ് ആണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലോകത്തിലെ ഇപ്പം ലോകത്തിലുള്ള ഏത് രാജ്യങ്ങളും കയറി കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ അവരുടെ പരമാധികാരത്തിൽ കയറി സോവർണിറ്റിയിൽ കയറി ആക്രമിക്കാനുള്ള ഈ US-ന്റെ ഈ പറയുന്ന ഇവരുടെ ഒരു ഐഡിയനെ എന്ത് ലോകം വളരെ പുച്ഛത്തോടെയും അല്ലെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം UN തന്നെ US-ന്റെ ഈ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ഒരുപാട് റെസൊല്യൂഷൻസ് വന്നു തുടങ്ങുന്നു. ചൈനയും റഷ്യയൊക്കെ ഒരു മേജർ US-നെതിരെയുള്ള ഒരു പവേഴ്സ് ആയിട്ട് ഉയർന്നു വരുന്നു. It caused tension among many key NATO allies and international public opinion went against US. Okay, national public opinion ഒക്കെ US-നെതിരെ മാറുന്നു. അതിനുശേഷം ഈ തുടർച്ചയായ യുദ്ധങ്ങളാണ് US-ന് എന്ത് പറ്റുന്നു? റിസഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവരുടെ എക്കോണമി താഴേക്ക് പോകുന്നു. അപ്പം ഈ സമയത്താണ് ചൈന പതിയെ ആരും ശ്രദ്ധിക്കാതിരുന്ന ചൈന പെട്ടെന്ന് പതിയെ ഒരു പവർഫുൾ എക്കോണമി ആയിട്ട് ഉയർന്നു വരുന്നത്. ഓക്കെ, അങ്ങനെ ചൈന ഒരു എമർജിംഗ് ന്യൂ സൂപ്പർ പവർ ആയിട്ട് വന്നു. ഓക്കെ, അങ്ങനെ US-ന്റെ ഡിക്ലൈൻ ആർക്ക് വളമായി? ചൈനയ്ക്ക് വളമായി. ഈവൻ സിഗ്നലിംഗ് ന്യൂ കോൾഡ് വാർ, അതായത് ഇന്ന് നമ്മളുള്ളത് ഒരു പുതിയുഗ കോൾഡ് വാറിലാണെന്നാണ് പല സ്കോളേഴ്സും പറയുന്നത്. ആ കോൾഡ് വാർ നടക്കുന്നത് ഈ റഷ്യയും അതിനകത്തൊരു പാർട്ടാണെങ്കിൽ മെയിൻലി പറയുകയാണെങ്കിൽ ചൈനയും US-യും തമ്മിലാണ് ഇപ്പൊ ഒരു ആരാണ് ലോകത്തിൽ ലീഡിംഗ് ഇക്കണോമിക് പവർ ആവുക എന്ന് പറയുന്ന ഒരു കോൾഡ് വാർ നടക്കുന്നതാണ് പല സ്കോളേഴ്സും പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കാം. ചൈന ഹാസ് കം ഔട്ട് വിത്ത് ആൾട്ടർനേറ്റീവ് ഗവർണൻസ് മെക്കാനിസം ടു ദ US ഡോമിനേറ്റഡ് നാഷണൽ Monetary Fund, World Bank and World Trade Organization with its encompassing Belt and Road Initiative, an institution like Asia Infrastructure Investment Bank, Contingency Reserve Agreement CRF, New Development Bank. അതായത് ഈ US ഡോമിനേറ്റഡ് ആയിട്ടുള്ള IMF-ഉം വേൾഡ് ബാങ്കും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള ഈ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൗണ്ടർ വെക്കാനായിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതായത് സെൻട്രൽ ഏഷ്യയിലും വെസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും മൊത്തത്തിലൊക്കെ ഈ പറയുന്ന ചൈനയ്ക്ക് വലിയൊരു ഡോമിനൻസ് കിട്ടാവുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണക്കാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഈ പറയുന്ന ഒരു ബ്രിക്സിന്റെ ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്രിക്സിലെ ഒരു മേജർ പാർട്ടിയാണ് ചൈന. ഓക്കെ, ബ്രിക്സിന്റെ ബാങ്ക് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിജൻസി റിസർവ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മെയിൻലി ഈ പറയുന്ന ഏഷ്യൻ ഈ പറയുന്ന ഭൂഖണ്ഡത്തിൽ തന്നെയുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് വരികയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഓക്കെ ഉള്ള ഒരു ഫണ്ട് ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഓക്കെ, അപ്പം ഇതെന്നൊക്കെ പറയുന്നത് ഈ US-ന് വെക്കുന്ന ഒരു ചെക്കാണ്. ചൈന US-ന് വെക്കുന്ന ചെക്കാണ്. അതായത് ലോകത്തിൽ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും തലയിലിടുന്ന USA-ക്ക് ഒരു കൗണ്ടറാണ് അവരെ സഹായിക്കാൻ നിൽക്കുന്ന വേറെ രാഷ്ട്രങ്ങൾക്ക് സഹായിക്കാൻ നിൽക്കുന്ന ചൈന എന്ന് പറയുന്നത്. ഓക്കെ, for several decades, China's breakthrough development under the relatively enlightened authoritarianism of Deng Xiaoping and successor was seen positive in the United States. But Deng Xiaopingന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ പറയുന്ന ചൈനീസ് എക്കോണമിയെ ഈ പറയുന്ന വളരെ സോഷ്യലിസ്റ്റ് ആയ ഒരു ചൈനീസ് എക്കോണമിയെ വളരെ ലിബറലൈസ് ഒറ്റയടിക്ക് മൊത്തത്തിൽ ലിബറലൈസ് ചെയ്തത് ഈ പറയുന്ന ഡെങ് ഷിയാപോങ്ങിന്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് അവിടുത്തെ എക്കോണമി വളരെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് FDIs വന്നിട്ടാണ് അവിടുത്തെ എക്കോണമിക്സ് വളരെ വലിയ രീതിയിൽ വളരുന്നത്. അപ്പം ഇതൊക്കെ ആദ്യമേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്തിരുന്നു? അവർക്ക് മുതൽക്കൂട്ടാവുന്നു. കാരണം ഒരു ക്യാപിറ്റലിസ്റ്റ് ഒരു മുതലാളിത്ത രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അന്ന് ഇതിനെയൊക്കെ കണ്ടിരുന്നത്. അപ്പോ അണ്ടർ ഷീ ജിൻപിങ്, അതായത് ഇന്നത്തെ ചൈനയുടെ പരമാധികാരിയായ
ഇന്നത്തെ ചൈനയുടെ പരമാധികാരിയെ ഷീ ജിൻപിങ്. China has evolved from a soft to hard authoritarianism. There is now a president for life with a budding personality cult. ഓക്കെ, അതായത് ഷീ ജിൻപിങ് വരികയാണ്. ഷീ ജിൻപിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ നേതാക്കന്മാരെ ഒന്നുമില്ല, ഒരു സോഫ്റ്റ് ആയ സമീപനം സ്വീകരിക്കുന്ന ആളല്ല. ഷീ ജിൻപിങ് കുറച്ചുകൂടെ അഗ്രസീവായ ഒരു ഡിപ്ലോമാറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കാരണം ഷീ ജിൻപിങ് എന്ത് ചെയ്തിട്ടുണ്ട്? ഷീ ജിൻപിങ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് മരണം വരെ, ഷീ ജിൻപിങ്ങിന്റെ മരണം വരെ ചൈനയുടെ പരമാധികാരി ആയിരിക്കും ഷീ ജിൻപിങ് തന്നെയാണ്. ഷീ ജിൻപിങ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചൈനയും US-ഉമായിട്ടും ഷീ ജിൻപിങ് US-ഉമായിട്ടും അത്ര നല്ല രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് വന്നു. In order to contain rising China assertiveness, the US under its pivot to Asia policy has launched Quad Initiative Indo-Pacific Narrative. Pivot to Asia policy launch ചെയ്യുന്നത് ഒബാമയാണ് കേട്ടോ. ഒബാമയാണ് Pivot to Asia policy launch ചെയ്തത്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ആയിരുന്നു US കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ചൈന സൗത്ത് ഏഷ്യൻ റീജിയൻസിലും അല്ലെങ്കിൽ ഇന്തോ പസഫിക് റീജിയനിലെല്ലാം ചൈന ഡോമിനേഷൻ എടുത്ത് തുടങ്ങി. അത് പല സ്ഥലത്തും അവർ ഡോമിനേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇനി കുറച്ച് നോക്കി എന്നിട്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് ഈ പറയുന്ന ഏഷ്യയിലേക്ക് ഒന്ന് നോക്കി കുറച്ചുകൂടെ അസർട്ടീവായിട്ട് തുടങ്ങണം എന്നുള്ള കാര്യം, കുറച്ചുകൂടെ അസർട്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യം USA മനസ്സിലാക്കുകയാണ്. അങ്ങനെ ചൈനയിലെ ഈ സൗത്ത് ഏഷ്യയിലുള്ള അല്ലെങ്കിൽ ഏഷ്യയിലുള്ള ഈ പറയുന്ന ഇൻഫ്ലുവൻസ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ് ക്വാഡ് പോലെയുള്ള, ക്വാഡ് ഇന്തോ പസഫിക് റീജിയനിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യ USA ഓസ്ട്രേലിയ ജപ്പാൻ ഇന്തോ പസഫിക് റീജിയനിലുള്ള മേജർ 4 സാമ്പത്തിക ശക്തികളാണ്. അപ്പൊ ഇവര് 4 പേരുള്ളൊരു ഇനിഷ്യേറ്റീവാണ് ക്വാഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അവർ തമ്മിൽ മൾട്ടി സെക്ടറൽ കോപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സെക്ടേഴ്സിൽ കോപ്പറേഷൻ നടക്കുന്നുണ്ട്, നേവൽ എക്സസൈസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പസഫിക് റീജിയനിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ പറയുന്നത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. അപ്പം ഇന്ത്യയും ഈ കാര്യത്തിൽ ഒരു പാർട്ടാണ്. Most recently, the US proposed to expand G7 to G11 without including China. അപ്പൊ G എന്ന് പറയുന്ന ഇവിടെ G എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് 7 ആണ് കേട്ടോ. 7 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഗ്രൂപ്പിന്റെ ഷോർട്ട് ഫോം ആണ് ഈ പറയുന്ന G എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി G7 കുറച്ച് വികസിത രാജ്യങ്ങളാണ്. അവർ ഇൻഫോർമൽ ഗ്രൂപ്പാണ്. എല്ലാ വർഷവും അവർ ഏതെങ്കിലും രാജ്യത്ത് വെച്ച് ഒത്തുകൂടി കാര്യങ്ങൾ ലോകത്തിന്റെ എക്കണോമിക് റിഫോംസിൽ അല്ലെങ്കിൽ എക്കണോമിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഇൻഫോർമൽ ആയ ഒരു ഗ്രൂപ്പാണ്. G7 അങ്ങനെ ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒരു തരത്തിലുള്ള എന്താണ് ഒരു ഔട്ട്പുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വികസിത രാജ്യങ്ങളിൽ കൂട്ടായിരുന്നു. അപ്പൊ അത് G7 G11 ആക്കാന്ന് അമേരിക്ക പ്രപ്പോസ് ചെയ്യും. പക്ഷെ ചൈനയെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നും പറഞ്ഞു. ഓക്കെ, ചൈന ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നും പറഞ്ഞു. ചൈന മാത്രമല്ല, ഇന്ത്യയിൽ G7 G11 ആക്കുന്നതിലും G7 ഇന്ത്യയില്ല, G11 ആക്കുന്നതിലും ഇന്ത്യയില്ല. അപ്പൊ ചൈന ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. Incremental salami slicing tactics in the South China Sea, first by land reclamation and then constructing artificial islands for extending extraterritorial claims, has been sharp criticism of the US and its allies. സലാമി സ്ലൈസിംഗ് ഞാൻ പറഞ്ഞിരുന്നു. ബേസിക്കലി ഇവർക്ക് ഈ വേണ്ട സ്ഥലങ്ങളെ ഇവരെന്ത് ചെയ്യും, കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ പണിത് അല്ലെങ്കിൽ ഈ പറയുന്ന ഐലൻഡ്സ് ഒക്കെ പണിത് പ്രോസസ്സാണ് ഈ പറയുന്ന സലാമി സ്ലൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ചൈനയുടെ പരിപാടിയാണ് ഈ സൗത്ത് ചൈന സീയില് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് സൗത്ത് ചൈന സീയില് ഇവർക്ക് ഈ ടെറിട്ടറി വേണ്ട എന്താണ് ടെറിട്ടോറിയൽ ക്ലെയിം ഉള്ള ഈ പറയുന്ന മാരിടൈം ബോർഡേഴ്സിലെല്ലാം ഇവര് കുറച്ച് ലാൻഡ് ഇങ്ങനെ ഏറ്റെടുത്ത് അവിടെ കുറച്ച് ഐലൻഡ്സ് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഒക്കെ പറഞ്ഞ് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ അണ്ടറിലാക്കും. എന്നിട്ട് പറയും ഇവരുടെ ടെറിട്ടറിയാണ്. ഇതാണ് സലാമി സ്ലൈസിംഗ് എന്ന് പറയുന്നത്. സൗത്ത് ചൈന സൈഡിൽ ഇവർ ഇത് ചെയ്യുന്നതിനൊക്കെ US നന്നായിട്ട് എതിർക്കുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സിമിലർ to the way dominance over the Caribbean and the United States to strategically control the Atlantic Ocean, thus affect the balance of forces in the 2 World Wars and the Cold War. അപ്പം ഇതേ കാര്യം US ചെയ്തിട്ടുണ്ട്. കരീബിയൻ ഐലൻഡ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കരീബിയൻ ഐലൻഡ്സിനെയും ഇതേ കണക്ക് US ഒരു കമ്മോഡിറ്റി ലോകത്തിലെ ഏറ്റവും എക്സോട്ടിക് ആയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കരീബിയൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞത്. അത് US ആണ് അങ്ങനെ അതിനെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ US ഇതേ കണക്ക് തന്നെ പതിയെ കയ്യേറിയ സ്ഥലമാണ് കരീബിയൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ച് US എഴുതി കൊടുക്കുന്ന സ്ഥലമാണ് ഈ കരീബിയൻ ഐലൻഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം അറ്റ്ലാന്റിക് ഓഷന്റെ മുകളിൽ ഒരു വലിയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റെടുത്ത സ്ഥലം കൂടെയാണ് കരീബിയൻ ഐലൻഡ്സ്. അപ്പൊ US ഇത് പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. സലാമി സ്ലൈസിംഗ് നമ്മൾ പേരിലൊന്നുണ്ട്. From trade wars to tension of 5G telecommunication to currency wars, US-China consideration is on multiple economic fronts.
ട്രേഡ് വാറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇടയ്ക്ക് താരിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിരുന്നു, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് താരിഫ് കൂട്ടും ഇങ്ങോട്ട് താരിഫ് കൂട്ടും. അപ്പം ട്രേഡ് ചെയ്യുന്നത് കർണാടകക്കാർക്കും വലിയ ബാധ്യത ഉണ്ടാവുക. ഓക്കെ, 5G ടെലികമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞാൽ ഇപ്പൊ 5G എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം 5G ടെലികമ്മ്യൂണിക്കേഷൻ ഒരു US ആരോപിച്ച ഒരു ആരോപണമാണ്. ഇപ്പൊ ഹുവായി ഒക്കെ പോലത്തെ കമ്പനികൾ, ഹുവായി കേട്ടിട്ടുണ്ടാവും. ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ചൈനീസ് ടെലികമ്മ്യൂണിക്കേഷൻ ജയന്റ് ആണ് ഹുവായി എന്ന് പറഞ്ഞാൽ. മൊബൈലൊക്കെ ഉണ്ട്, ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഹുവായി എന്നൊക്കെ പറഞ്ഞ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഒക്കെ ഉണ്ട് ചൈനയിലുള്ള. അപ്പം US ആരോപിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ 5Gയുടെ ഒക്കെ മറവില് ആൾക്കാരുടെ ഡേറ്റ ചോർക്കുകയാണ്. US സിറ്റിസൺസിന്റെയും ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ബാക്കി ഇത് ഉപയോഗിക്കുന്ന ബാക്കി രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ ഡേറ്റ ഇവർ ചോർക്കുന്നുണ്ട്, ഇവരുടെ ചൈനയുടെ ആവശ്യത്തിന് ഡേറ്റ ചോർക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് 5G ടെലികമ്മ്യൂണിക്കേഷനുള്ള ആരോപണം. കറൻസി വാർസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഡോളറാണ് ഇന്റർനാഷണൽ ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത്. മിക്ക രാജ്യങ്ങളും ഡോളറാണ്, വേറെ രാജ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് റഷ്യയിലെ റൂബിളും അതേപോലെ ചൈനയുടെ യെൻ. അപ്പൊ ചൈനയുടെ യെൻ വെച്ചിട്ടുള്ള ചെയ്യുന്ന ഒരു വാർ നടക്കുന്നുണ്ട്. അതായത് US ആരോപിക്കുന്ന ചൈന ഇവരുടെ കറൻസിയുടെ മൂല്യം എപ്പോഴും കുറച്ച് വെച്ചേക്കുകയാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി, അല്ലെങ്കിൽ ഇവര് മനഃപൂർവ്വം ഈ പറയുന്ന മൂല്യം കുറച്ച് വെച്ചേക്കുകയാണ്. അതായത് യെൻ ഉപയോഗിച്ച് ചൈനയുടെ കറൻസി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, യുവാൻ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി, ഓക്കെ, ട്രേഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവര് മനഃപൂർവ്വം കുറച്ച് വെച്ചേക്കാണെന്ന് പറഞ്ഞ് US ആരോപണമൊക്കെ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് US എന്ത് ചെയ്തു, ചൈനയ്ക്ക് മുകളിൽ ഇരട്ടി തിരുവ കിട്ടുകൊടുത്തു. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ട്രേഡ് വാർ, ഈ തിരുവ അല്ലെങ്കിൽ താരിഫ് വാർ ഒക്കെ നടക്കുന്നുണ്ട്. Further, the donor reciprocal relation between US and developing countries has weakened with China's pledge of $2 billion amid COVID-19 pandemic, thereby starting a new phase of donation diplomacy. ഡൊണേഷൻ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും സാമ്പത്തികമായി വരുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യും, ഈ ക്രൈസിസ് നേരിടുന്ന രാജ്യങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കും. അത് ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞു. ഡൊണേഷൻ കൊടുക്കുന്നതിന് മുന്നിൽ ഒരു രാജ്യത്തെ അവർക്ക് ജനങ്ങളെയോ അവരുടെ സാമ്പത്തിക ബാധ്യതകളോ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു കൺസേൺ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാലം അങ്ങോട്ട് ഇട്ടിടുകയാണ്. ഓക്കെ, കാരണം ഇവർക്ക് ഇങ്ങോട്ടൊരു പാലം അവിടെ ആവശ്യമുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന ഒരു ധാരണയിലാണ് ഈ ഡൊണേഷൻ ഡിപ്ലോമസി ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതില് ഒരു കാലം വരെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആരാണ്, USA ആണ്. പക്ഷെ ഇപ്പോൾ അത് ചൈനയും റഷ്യ ഒക്കെ ചെയ്യുന്നുണ്ട്, ഈവൻ ഇന്ത്യ വരെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ചൈന COVID-19 കഴിഞ്ഞ സമയത്ത് സാമ്പത്തികമായി എക്കണോമിക്കിലേക്ക് വന്ന രാജ്യങ്ങൾക്ക് $2 billion ആണ്. അതായത് $2 billion എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എമൗണ്ട് ആണ്. ഓക്കെ, $2 billion ആണ് സാമ്പത്തികമായി തകർക്കുന്ന രാജ്യങ്ങൾ സഹായിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതൊരു ഡൊണേഷൻ ഡിപ്ലോമസിയാണ്. ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ ചൈന വലിയൊരു എമൗണ്ട് ആണ് ഈ കോവിഡിന് ശേഷം തകർന്ന ശ്രീലങ്കൻ എക്കോണമിക്ക്, അവിടെ സിവിൽ വാർ നടന്നിരുന്നു 2022-2023. അപ്പം അവിടുത്തെ എക്കോണമിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വലിയ എമൗണ്ട് ആണ് ശ്രീലങ്ക ചൈന നൽകിയിരുന്നത്. അതൊരു വലിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹമ്പന്തോട്ട പോർട്ടിലായിരുന്നു നമ്മൾ ഈ ഇൻഡോ പസഫിക് റീജിയനിലെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു പോർട്ടാണ് ഹമ്പന്തോട്ട പോർട്ട്. 2019 ടൈമിലാണെന്ന് തോന്നുന്നു ചൈന 99 വർഷത്തേക്ക് ലീസിന് എടുക്കായിരുന്നു. അപ്പം ചൈനയ്ക്ക് ആരെ ആവശ്യമുണ്ട്, ശ്രീലങ്കയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ ചൈന എന്ത് ചെയ്തു, അവർക്കൊരു ക്രൈസിസ് വന്നപ്പോൾ അവരെ സഹായിച്ചു. അപ്പം അങ്ങനെ ഒരു ഡൊണേഷൻ ഡിപ്ലോമസി ഒക്കെ ഇപ്പോൾ ചൈന വലിയ തോതിൽ നടത്തുന്നുണ്ട്. അത് US-ന് വലിയ ക്ഷീണമാണ്. മോറോവർ ചൈന പെർസീവ്സ് US സപ്പോർട്ട് ഫോർ തായ്വാൻ ആസ് ആൻ ഇന്റർഫിയറൻസ് ഇൻ ഇറ്റ്സ് ഇന്റേണൽ മാറ്റർ. ഓക്കെ, അടുത്തെന്താണ്, ചൈന ഈ പറയുന്ന തായ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറെ കാലം നോക്കുന്നുണ്ട്, കയ്യേറാൻ ശ്രമിക്കുന്നത്. ഈ ടിബറ്റിനെയൊക്കെ എടുത്ത പോലെ, അതായത് അരുണാചലിനെ എടുക്കാൻ ശ്രമിക്കുന്ന പോലെ തായ്വാനെ കുറെ കാലമായി ചൈന എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തായ്വാനൊക്കെ ഒരു ടൈമിൽ ചൈനയുടെ പാർട്ടായിരുന്നു, പിന്നെ സെസീൽ ചെയ്ത് വന്നതാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പൊ തായ്വാനെ എങ്ങനെയും കയ്യേറി ചൈനയുടെ ഭാഗത്താണ് ചൈന കുറെ കാലമായിട്ട് നോക്കുന്നത്. അപ്പൊ ഇതിനെ എതിർക്കുന്ന ഒരു രാജ്യമാണ് USA. അപ്പം ചൈന പറയുന്നത് അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ USA വരണ്ട എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ചൈന തായ്വാനെ പോലെ ഒരു ചെറിയ രാജ്യത്തെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കയ്യേറും എന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പഠിച്ച ഫോറിൻ പോളിസി വെച്ച് ചൈന തായ്വാനെ എങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങള് തായ്വാൻ ഇന്നല്ലെങ്കിൽ നാളെ ചൈനയുടെ പാർട്ടാക്കും, ചൈന പാർട്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നതാണ്. അവരിപ്പോഴും അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തായ്വാനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ, പറയുന്ന ഇന്റർനാഷണൽ ലോസും
ഈ UN പോലുള്ള ഓർഗനൈസേഷൻസും അമേരിക്കയും വെസ്റ്റും ഒക്കെ ഇതിനെ എതിർക്കുന്നതുകൊണ്ടാണ് ചൈനയ്ക്ക് ഒരു പരിധിക്ക് മുകളിലൊന്നും വിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവര് ആ തായ്വാനിലുള്ള നോട്ടം ഇതുവരെ മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം അതായത് നമ്മുടെ നമ്മൾ തലതിരിച്ചാണ് പോകുന്നത്. 10, 9, 8 എന്നാണ് ലാസ്റ്റ് തിയറി പഠിക്കുന്ന ഒരു ഐഡിയയിലാണ് ഞാൻ അങ്ങനെ പോകുന്നത്. അപ്പോൾ 9ാമത്തെ മോഡ്യൂൾ ഫിനിഷായി. താങ്ക് യു. നമ്മളപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ യൂണിറ്റിൽ നിന്നുള്ള മോഡ്യൂളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബ്രീഫായി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അടുത്ത മോഡ്യൂളിലേക്ക് പോവുക. ഓക്കെ, താങ്ക് യു.